ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഹൈ റേഞ്ചുകളിലൂടെ യാത്ര പോകുമ്പോൾ ഒരുപക്ഷെ കാണുവാൻ സാധ്യതയുള്ള സൈൻ ബോർഡുകളിൽ ഒന്നാണ് ഡേഞ്ചർ സോൺ എന്നുള്ളത്. നമ്മൾ കണ്ടു കാണും, ഒരു തലയോട്ടിയും ക്രോസ് ആകൃതിയിൽ എല്ലുകളുമൊക്കെ ആയിട്ടുള്ള സൈൻ ബോർഡ്. അവ കാണുമ്പോൾ ഒരാളെ പേടിപ്പെടുത്തുന്നതിനും അപ്പുറം ഒരു തിരിച്ചറിവിലേക്കാണ് അത് നമ്മൾ നയിക്കുക. അത് യു ആർ ഇൻ ഡേഞ്ചർ സോൺ എന്നതാണ്. ഇന്ന് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്നാപക യോഹന്നാൻ എന്ന മനുഷ്യനും ഒരു ജനതയോട് പറഞ്ഞു വെക്കുക ഇത് തന്നെയാണ്, യു ആർ ഇൻ ഡേഞ്ചർ സോൺ. അതുകൊണ്ട് സൂക്ഷിച്ച് ശ്രദ്ധയോടെ മാനസാന്തരത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനാണ് സ്നാപക യോഹന്നാൻ ആഹ്വാനം ചെയ്യുക. സ്നാപകനെ അവതരിപ്പിക്കുമ്പോൾ ലൂക്കാ സുവിശേഷകൻ ആദ്യം പറഞ്ഞു വെക്കുന്നത് കാലികമായൊരു ചരിത്ര പശ്ചാത്തലമാണ്. ഇത്തരത്തിൽ ചരിത്ര പശ്ചാത്തലത്തിലൂടെ ഈശോയെ പറഞ്ഞു വെക്കുന്നതിൽ ലൂക്കാ സുവിശേഷകന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. അത് ഈശോ എന്നത് ലോക ചരിത്രത്തിലെ തന്നെ ഒരു വ്യക്തിയാണെന്നും കേവലം ഐതിഹ്യങ്ങളുടെയോ കെട്ടുകഥകളുടെയോ സൃഷ്ടിയല്ലെന്നും ലോകത്തോട് വിളിച്ചു പറയുവാൻ ശ്രമിക്കുകയാണ് സുവിശേഷകനിവിടെ. അതുകൊണ്ടാണ് ഈശോയുടെ ജനനത്തിൻ്റെ കൃത്യമായ തെളിവുകളെന്നോണം അന്ന് ഭരിച്ചിരുന്ന സീസറിൻ്റെയും പീലാത്തോസിൻ്റെയും മറ്റ് പ്രാദേശിക നേതാക്കളുടെയും ഒക്കെ പേരുകൾ ലൂക്കാ സുവിശേഷകൻ ഇങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. നമുക്കറിയാം, അന്ന് പ്രധാന പുരോഹിതന്മാരായിരുന്നത് അന്നാസും കയ്യഫാസുമാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ നേതാക്കളും മതനേതാക്കളും തങ്ങളുടെ ഭൗമിക അധികാരത്തിൻ്റെ പ്രൗഢിയിൽ നിൽക്കുന്ന ഒരു സമയത്താണ് സകല മനുഷ്യർക്കുമുള്ള രക്ഷയുടെ സദ്വാർത്തയുമായി സ്നാപക യോഹന്നാൻ രംഗപ്രവേശനം ചെയ്യുന്നത്. ഭൗമിക അധികാരികൾക്കുമേൽ സ്വർഗീയ അധികാരത്തിൻ്റെ ചെങ്കോലുയരാൻ പോകുന്നു എന്നതാണ് സ്നാപകൻ്റെ പ്രഭാഷണത്തിൻ്റെ പൊരുളായി മുഴങ്ങി നിന്നിരുന്നത്. അതിനുള്ള പാതയാകട്ടെ അനുതാപത്തിൻ്റെ പാതയും. അതായത് മിശിഹായുടെ ആഗമനത്തിന് മുന്നോടിയായി അനുതപിക്കണമെന്ന സന്ദേശവുമായിട്ടാണ് സ്നാപക യോഹന്നാൻ കടന്നു വരുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളും മിശിഹായുടെ വരവിന് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ദിനങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മളോടും തിരുസഭ പറയുന്നത് സ്നാപകൻ പറഞ്ഞ അതേ വാചകങ്ങൾ തന്നെയാണ്. പാപമോചനത്തിനുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കുക എന്നത്. അതായത് പാപബന്ധനങ്ങളിൽ നിന്നും അകന്ന് അനുതാപത്തോടെ ദൈവത്തിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുവാൻ തിരുസഭ ഇന്ന് എന്നെയും നിങ്ങളെയും ക്ഷണിക്കുകയാണ്. എന്നാൽ ഇന്ന് ഈ അനുതാപം നമുക്കെല്ലാം വല്ലാതെ അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നതാണ് സംശയം. തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അനുതാപത്തോടെ അത് തിരുത്തുവാനും ഏറ്റുപറയുവാനും മേലിൽ ഇനി അവ ഒരിക്കലും ചെയ്യാതിരിക്കാനുള്ള പരിശ്രമങ്ങളൊക്കെ ഇന്ന് വല്ലാതെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാറ്റിനെയും നിസ്സാരവൽക്കരിച്ച് ഒഴുക്കിനൊത്ത് സഞ്ചരിക്കുന്ന മനുഷ്യരായി നമ്മളൊക്കെ ഇന്ന് മാറിപ്പോകുന്നുണ്ട്. അനുതാപവുമായി ബന്ധപ്പെട്ട് ഇന്ന് സ്വയം ഒന്ന് ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം കൂടിയുണ്ട്. ആത്മാർത്ഥമായി അനുതാപത്തോടെ ഒന്ന് കുമ്പസാരിച്ചിട്ട് എത്ര നാളായി കാണും? ആത്മാവ് നഷ്ടപ്പെട്ട വെറുമൊരു ആചാരമായി നമ്മുടെയൊക്കെ കുമ്പസാരങ്ങൾ ഇന്ന് മാറുന്നുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്യേണ്ട ദിവസമാണിന്ന്. ഒരിക്കൽ കുടുംബത്തിലെ ചെറിയ ഒരു കലഹത്തിന് നേരത്ത് ആദ്യമായും അവസാനമായും അപ്പനെ കൈവെക്കേണ്ടി വന്നു ഒരു മകന്. വേണമെന്ന് വെച്ച് ചെയ്തതല്ല, പക്ഷേ പറ്റിപ്പോയി. ശരീരത്തേക്കാൾ മനസ്സിനേറ്റ മുറിവ് മൂലം അപ്പനകത്തെ മുറിയിലേക്ക് മൗനമായി നീങ്ങിയത് മുതൽ ആ വീട്ടിൽ പിന്നെ ആരും ആരോടും മിണ്ടിയിട്ടില്ല. അന്ന് രാത്രി ആരുടെയും കിടക്കയിലേക്ക് ഉറക്കവും കടന്നു വന്നില്ല. അപ്പനെ കൈവച്ചതിൻ്റെ കുറ്റബോധം താങ്ങാനാവാതെ അന്തിക്ക് അത്താഴം കഴിക്കാതെ ആ ചെറുപ്പക്കാരൻ ഇരുട്ടിൽ അങ്ങുമിങ്ങും നടക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു നിലവിളിയായിരുന്നു. അരുതാത്തത് ചെയ്തെൻ്റെ അപ്പൻ്റെ ചങ്ക് തകർത്തില്ലോ ദൈവമേ എന്ന നിലവിളിയുടെ സ്വരമായിരുന്നു അത്. നെഞ്ചിനകത്തുണ്ടായ ആ പുതുപ്പിറവിയുടെ പേരായിരുന്നു അനുതാപം എന്നത്. സ്നേഹമുള്ളവരെ, അരുതാത്തത് ചെയ്തെൻ്റെ ദൈവത്തിൻ്റെ ചങ്ക് തകർത്തല്ലോ എന്ന നിലവിളിയല്ലേ യഥാർത്ഥത്തിൽ ഓരോ കുമ്പസാരക്കൂട്ടിലും കേൾക്കേണ്ടത്?
എന്നാൽ ഇന്ന് കുമ്പസാര കൂട്ടുകളിൽ കേൾക്കാതെ പോകുന്നത് അത്തരം നിലവിളികളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായ കുമ്പസാരങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒപ്പം ഇത്തരം അനുതാപങ്ങളിലേക്ക് നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുന്നത് ചില തിരിച്ചറിവുകളാണെന്ന ബോധ്യം നമുക്കുണ്ടാവണം. നമ്മൾ ആരാണെന്നും യഥാർത്ഥത്തിൽ എവിടെയായിരിക്കേണ്ടവരാണെന്നും എന്നുള്ള തിരിച്ചറിവുകൾ നമുക്കുണ്ടാവണം. കുറച്ച് നാളുകൾക്ക് മുൻപാണ് ലാ വീറ്റ എന്ന പേരിലുള്ള ഒരു ഇറ്റാലിയൻ ഷോർട്ട് ഫിലിം കണ്ടത്. വളരെ സുന്ദരമാണ്. മഴ മതിച്ച് പെയ്യുന്ന ഇരുണ്ട രാത്രിയിൽ മദ്യപിച്ച് നടന്നു നീങ്ങുകയാണ് ഒരു യുവാവ്. വേശ്യാഗ്രഹമാണ് ലക്ഷ്യം. ചെളിവെള്ളത്തിൽ അലക്ഷ്യമായി ഇടറി നീങ്ങുന്ന അയാളുടെ പാദങ്ങളുടെ ക്ലോസപ്പ് പെട്ടെന്ന് മാറി മറിഞ്ഞ് ഫ്ലാഷ് ബാക്ക് കണക്കെ നാട്ടുവഴിയിൽ ചാറ്റൽ മഴയിൽ മന്ദം ചലിക്കുന്ന കുഞ്ഞു പാദങ്ങളായി മാറുന്നു. അത് അയാളുടെ തന്നെ കുട്ടിക്കാലമായിരുന്നു. ആ കുഞ്ഞു പാദങ്ങൾ ചെന്നു ചേരുക പള്ളിയിലേക്കായിരുന്നു. ബാല്യത്തിൻ്റെ നിഷ്കളങ്കതയും ദൈവത്തോടുണ്ടായിരുന്ന സ്നേഹത്തിൻ്റെയും ഒക്കെ ഓർമ്മകളുടെ വലിയ നീർച്ചാലുകളിലൂടെ അയാളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അയാളെ സ്വബോധത്തിലേക്ക് തിരികെ കൊണ്ടു ചെന്നെത്തിക്കുന്നത് എവിടെയോ കേൾക്കുന്ന ഒരു പള്ളിമണിയുടെ ശബ്ദമാണ്. ഒരുപാട് നന്മകളുടെ സുഹൃതങ്ങളിൽ ജീവിച്ചിരുന്ന താൻ ഇന്ന് നിൽക്കുന്നത് ഒരു വേശ്യാഗ്രഹത്തിന് മുൻപിലാണെന്ന് അയാൾ തിരിച്ചറിയുന്നു. വേശ്യാഗ്രഹ വാതിലിന് മുന്നിൽ വിഷണ്ണനായി ഓർമ്മകളാൽ അങ്ങനെ കുളിച്ചു നിൽക്കുന്ന അയാളെ ആരോ ഉള്ളിൽ നിന്നും കൈപിടിച്ച് ആ മണിയൊച്ച കേട്ട ദിശയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ ഒരുങ്ങുകയാണ്. ആ സമയം വേശ്യാഗ്രഹ വാതിലുകൾ തുറക്കപ്പെടുന്നതും ആരോ വിളിച്ചു കൂവുന്നതും അറിഞ്ഞിട്ടും അറിയാത്തവനെ പോലെ അയാൾ ആ പള്ളിമണി കേട്ട ദിശയിലേക്ക് വേഗത്തിൽ നടന്നു നീങ്ങുന്നു. ആ നടന്നു നീങ്ങലിൻ്റെ പശ്ചാത്തലത്തിൽ പ്രേക്ഷകർ കേൾക്കുന്ന സംഗീതം ഹല്ലേലൂയ ഗീതമായിരുന്നു. സ്നേഹമുള്ളവരെ, ഹല്ലേലൂയ സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിൽ തെറ്റുകളിൽ നിന്നും നന്മയിലേക്കുള്ള ഒരു തിരിച്ചു നടത്തപ്പെടേണ്ട സമയം നമ്മുടെ ജീവിതത്തിലും അതിക്രമിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. വെളിപാട് പുസ്തകം 2:4 ഈശോ ഓർമ്മിപ്പിക്കും പോലെ ഈശോയോടുണ്ടായിരുന്ന എൻ്റെ ആദ്യ സ്നേഹം നമ്മൾ കൈവിടിഞ്ഞോ എന്ന ചോദ്യം സ്വയം ഒന്ന് ചോദിക്കേണ്ട, ആത്മപരിശോധന ചെയ്യേണ്ട ഒരു ദിവസമാക്കി ഈ ആഗമനകാലം നമുക്ക് മാറട്ടെ. ചിലപ്പോഴെങ്കിലും ലോകത്തിൻ്റെതായ സുഖഭോഗങ്ങൾക്കും സന്തോഷങ്ങൾക്കും വേണ്ടി നെട്ടോട്ടമോടുന്ന മനുഷ്യരായി മാത്രം നമ്മളിങ്ങനെ തരം താഴ്ന്നു പോകുന്നുണ്ട്. അവിടെ ആത്മീയതയും ദൈവഭയവുമെല്ലാം വല്ലാതെ അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഇന്നിൻ്റെ ലോകത്ത് തെറ്റിൻ്റെ മേഖലകളിലേക്ക് വീഴാനുള്ള സാധ്യതകൾ ഒട്ടനവധിയാണെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. ഒരുപക്ഷെ തെറ്റായ പല ബന്ധങ്ങളുടെയും പ്രവൃത്തികളുടെയും ഒക്കെ പിടിയിൽ അമർന്ന് വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാകാം നമ്മൾ ഓരോരുത്തരും. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, സാരമില്ലെന്നേ. ഇനിയും ദൈവിക സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനുള്ള സമയം അവസാനിച്ചിട്ടില്ല. ഈ ഒരു ആഗമനകാലം അത്തരത്തിലേക്കുള്ള ഒരു തിരിച്ചുവരവിൻ്റെ കാലമായി മാറ്റുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ. അതൊരു പക്ഷേ ഒരു ഈറ്റുനോവ് അനുഭവത്തിലൂടെ നമ്മളെല്ലാവരും കടന്നു പോകേണ്ടി വരുമായിരിക്കാം. പിറവിയുടെ നേരത്ത് വയർ പിളരുന്ന സമയത്ത് ഒരു പെണ്ണ് കടന്നു പോകുന്ന പിടച്ചിലിൻ്റെ പേര് മാത്രമല്ല ഈറ്റുനോവ്. മറിച്ച് ഭൂമിയിൽ നല്ലതെന്തൊക്കെയോ സംഭവിക്കുന്നതിന് മുമ്പ് അതിന് മുന്നോടിയായി പലരും ഏറ്റെടുക്കുന്ന സർവപ്രയാസങ്ങൾക്കും മധുര നൊമ്പരങ്ങൾക്കും മാമോദിസമൊക്കെ കൊടുക്കാവുന്ന പേരാണ് ഈറ്റുനോവെന്ന് തോന്നുന്നു. അതുകൊണ്ട് മോശമായതെല്ലാം നീക്കം ചെയ്യുവാൻ, ഈ ഒരു ഈറ്റുനോവിലൂടെ കടന്നു പോകുവാൻ, നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരുപക്ഷെ ആദ്യ ശ്രമങ്ങളെല്ലാം തോറ്റുപോകുമായിരിക്കും, വീണു പോകുമായിരിക്കും. എന്നിരുന്നാലും വിട്ടുകൊടുക്കരുത്. വീണ്ടും വീണ്ടും പരിശ്രമിച്ച് മുന്നോട്ട് വരുവാൻ നമ്മൾ തയ്യാറാകണം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഉറുമ്പുകളാണ്. ഉറുമ്പുകൾ ഇങ്ങനെ നിരനിരയായിട്ടിങ്ങനെ പോകുമ്പോൾ അവരുടെ വഴി തെറ്റിക്കുവാനൊന്ന് പരിശ്രമിച്ച് നോക്കിക്കേ. ആദ്യമൊക്കെ അവയ്ക്ക് ചുവടുകൾ ഇങ്ങനെ പിഴയ്ക്കും, താളം തെറ്റും. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞ് അവരൊന്നുകൂടി ഒന്ന് നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഒരൊറ്റ നിരയിൽ പ്രദക്ഷിണമായി പോകുന്ന ഉറുമ്പിൻ കൂട്ടങ്ങളെ. കണ്ടുപഠിക്കണം ഈ ഉറുമ്പുകളെ. വീണാലും വഴിതെറ്റിയാലും തിരിച്ചു വരാൻ അവർ കാണിക്കുന്ന ഈ പരിശ്രമങ്ങളെ നമ്മൾ മാതൃകയാക്കണം.
ഇപ്രകാരം നല്ല പരിശ്രമങ്ങളിലൂടെ ദൈവം ആഗ്രഹിക്കും വിധം നല്ല മനുഷ്യനിലേക്കുള്ള ഒരു യാത്ര ഈ ഒരു ആഗമന കാലത്തിൽ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സ്നാപകൻ ഓർമ്മിപ്പിക്കും വിധം നമ്മിലുള്ള അഹങ്കാരത്തിൻ്റെയും ആസക്തികളുടെയും കുന്നും മലകളും നികത്തപ്പെട്ട് വളഞ്ഞ വഴികളിൽ നിന്നും ദൈവം കാണിക്കുന്ന നേരായ പാതയിലേക്ക് നടന്നു നീങ്ങുവാൻ ഈ നോമ്പുകാലം നമ്മെ സഹായിക്കട്ടെ. മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.